ഇന്നലെ ട്രെയിനിൽ വെച്ച് ശ്രദ്ധിച്ച ഒരു കാര്യം പറയാം. ജനറൽ കമ്പാർട്ട്മെൻറ്റ്, ഒരുപാട് തിങ്ങി നിറഞ്ഞ യാത്രക്കാർ, നല്ല തിരക്കാണ്. ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും ആ തിരക്കിനിടയിലുണ്ട്. ഈ ഭർത്താവ് എൻ്റെ തൊട്ടരികിലാണ് നിൽക്കുന്നത്. ഭാര്യ സീറ്റ് 2 യാത്രക്കാർ ഇരിക്കുന്ന സീറ്റിനിടയിൽ നിൽക്കുകയാണ്. അവിടെയാണ് കുറച്ച് സൗകര്യമുള്ളത്. അതുകൊണ്ട് ഒരു കുട്ടി തോളത്തുണ്ട്. ഒരു 1.5 വയസ്സ് 2 വയസ്സ് പ്രായം കാണും. ഒരു കുട്ടി ഈ മാതാവിൻ്റെ ഡ്രസ്സിങ്ങനെ പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ്. ഒരു 3-4 വയസ്സ് പ്രായം കാണും കുട്ടിക്ക്. രണ്ടും വാശി പിടിക്കുകയാണ്. ഈ കുട്ടി, ഒക്കത്ത് വെച്ചിരിക്കുന്ന കുട്ടി നല്ല വാശിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ പിടിച്ച് തൂങ്ങുന്ന ഈ കുട്ടിയും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സീറ്റിലുള്ള ഒരാളും എണീറ്റ് സീറ്റ് കൊടുക്കുന്നില്ല, ശ്രദ്ധിക്കുന്നേയില്ല ആ ഭാഗം. അതുപോലെ ഒരു പണ്ഡിതനായ ഒരു മനുഷ്യൻ കൂടെയുണ്ട്. അയാൾ ഉറക്കത്തിലാണ്. ഞാനൊന്നും കേട്ടിട്ടില്ലേ എന്നുള്ള നിലക്കുള്ള ഉറക്കം നടിക്കുകയാണോ എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു അവസ്ഥയിലാണ്, ഉറങ്ങുകയാണ്. കൂട്ടത്തിലൊരാൾ, അത്യാവശ്യം ഒരു മധ്യവയസ്കനായ ഒരാൾ ചോദിച്ചു, സീറ്റ് ഇരിക്കുന്നോ എന്ന് ചോദിച്ചിരുന്നു ഫോർമലായി. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായി വേണ്ട, സാരമില്ല എന്ന് ആ സ്ത്രീ പറയുകയും ചെയ്തു. ഒരു 10-35 വയസ്സ് പ്രായം കാണും ഭർത്താവിന്. ഈ ഭാര്യയ്ക്ക് ഏകദേശം ഒരു 10-30 വയസ്സും പ്രായം കാണിക്കുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ നിറം മങ്ങിയതുപോലെയുള്ള ഒരു മുഖഭാവമാണ്. ആകെ ഇരുണ്ട് കരുവാളിച്ച് നിൽക്കുകയാണ്. അങ്ങനെയുള്ളൊരു വസ്ത്രം. പക്ഷേ ഈ ഭർത്താവാണെങ്കിൽ നല്ല അടിപൊളി ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി ചെക്കനാണ്. പക്ഷേ ആ കുട്ടികളെയോ ആ ഭാര്യയെയോ അയാൾ ശ്രദ്ധിക്കുന്നേയില്ല. ഇടയ്ക്ക് നീരസത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നു. പക്ഷേ ഈ കുട്ടിയെ, കരയുന്ന കുട്ടിയെ ഈ മകളിൽ നോക്കുന്നില്ല. ഈ മകള് ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് കുട്ടിയെ ഒന്ന് എടുക്കുന്നതിന് വേണ്ടി ഭർത്താവിനോട് നിങ്ങൾ ഇതൊന്ന് എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് അയാൾ ഒരു വല്ലാത്തൊരു മുഖഭാവത്തോടു കൂടി, ദേഷ്യത്തോടു കൂടി എടുത്ത് ഒക്കത്ത് വെച്ചിട്ട് 2 മിനിറ്റോ മറ്റോ ഒക്കത്തുണ്ടായിരുന്നുള്ളൂ, തിരിച്ചു കൊടുത്തു. പക്ഷേ എനിക്ക് വല്ലാത്ത വിഷമവും സങ്കടം തോന്നി. കാരണം അത്രയ്ക്ക് ഒരു ശ്രദ്ധിക്കാതെ, സ്വന്തം കുട്ടിയാണ്, അതുപോലെ ഭാര്യയോടൊത്ത് യാത്ര ചെയ്യുകയാണ്. ആ യാത്രയുടെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട് സ്ത്രീ. പക്ഷേ ഒന്നും മെയിൻ ഡിഷ് പോലും ചെയ്യാതെ, ശ്രദ്ധിക്കാതെ, ഇങ്ങനെ എന്താണ്, ചിലപ്പോൾ അവർ വീട്ടിൽ എന്തെങ്കിലും തർക്കമോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ സ്വാഭാവികം. പക്ഷേ ഈ മക്കളെ ശ്രദ്ധിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാതിരിക്കുന്നതൊക്കെ വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമായിട്ട് തോന്നി. പക്ഷേ ഈ കൂടെ ഇരിക്കുന്നവരിൽ ഒരാളെങ്കിലും എണീറ്റ് സീറ്റ് കൊടുക്കുന്നുണ്ടോ? അതില്ല. അപ്പോൾ ഉള്ളിൽ സ്നേഹമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം. പക്ഷേ ചില അവസരങ്ങളിൽ നമ്മളത് കാണിക്കേണ്ടത് തന്നെയാണ്. കാരണം ആ കുട്ടിയെ ഒന്നെങ്കിൽ എടുത്ത് ഒക്കത്ത് വെച്ച്, അല്ലെങ്കിൽ മറ്റേ കുട്ടിയെ കൂടെ ചേർത്ത് നിർത്തി ഒന്ന് കാര്യം ചെയ്യായിരുന്നു. ഞാൻ സ്ഥലം എവിടെയാണ് അവർ ഇറങ്ങിയത്, അല്ലെങ്കിൽ പൊതുവെ ആ സ്ഥലത്തുള്ളവരുടെ ഒരു മുരടൻ സ്വഭാവം എനിക്കറിയാവുന്നതാണ് നേരിട്ട്. അതുകൊണ്ട് ഞാൻ ആ സ്ഥലം പറയണമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഭാഗങ്ങളിലുള്ളവർ ചിലപ്പോൾ നല്ലവരായ ആളുകളുണ്ടായേക്കാം, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുള്ളവരിൽ മോശം ഈ സ്വഭാവക്കാരും ഉണ്ടായേക്കാം. അതുകൊണ്ട് സ്ഥലം പറയുന്നില്ല. ഏതായാലും ഇങ്ങനെയുള്ള സ്വഭാവം, ഞാൻ അതിന് തലേ ദിവസം വായിച്ച ഒരു ആർട്ടിക്കിൾ, അതും പറയാം. ഈ സ്ത്രീകൾ പൊതുവെ ഹൃദയം കൊണ്ടാണ് ജീവിക്കുന്നത്. അതുപോലെ പുരുഷന്മാർ തലച്ചോറ് കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം അവർക്ക് സ്ത്രീകൾ പൊതുവെ സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്. ഭർത്താക്കന്മാരിൽ നിന്നായിക്കോട്ടെ, പരിഗണന, സ്നേഹം, ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ അധികവും. അത് കിട്ടാത്തപ്പോൾ ചിലപ്പോൾ മറ്റ് വഴികളിൽ ഉണ്ടാവാം. അതുപോലെ പുരുഷന്മാർ അവർ റെസ്പെക്റ്റാണ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആണുങ്ങളും മറ്റ് സ്ത്രീകളുമായുള്ളൊരു ബന്ധത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പുരുഷന്മാർക്ക് കാമം കൊണ്ടാണ് അവർ, ആ കണ്ണുകൊണ്ടാണ് അവർ കാണുന്നത് എന്നുള്ളത്. പക്ഷേ സ്ത്രീകൾ അങ്ങനെയില്ല. അവർക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലൂടെ അല്ല അവർ നോക്കുന്നത്. അവർക്ക് സ്നേഹം കൊതിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ പരിഗണന ആഗ്രഹിച്ചുകൊണ്ടുള്ള നോട്ടം ആയിരിക്കും അവർ മറ്റുള്ള ഇതര പുരുഷന്മാരിൽ അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വായിച്ച് കേട്ടിട്ടുണ്ട്. അത് ആണോ അല്ലെന്നുള്ളത് സൈക്കോളജിക്കൽ ഫാക്റ്റ് അതിൻ്റെ എന്താണെന്നുള്ളത് അറിയില്ല. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഏതായാലും നമ്മൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ എന്താണോ
ഒരു പരിഗണന നമുക്ക് നൽകേണ്ടത്. അത് സ്ത്രീകൾക്ക് ആണെങ്കിൽ സ്ത്രീകളുടെ രീതിയിൽ സ്ത്രീകൾക്ക് എന്താണോ പരിഗണന നൽകേണ്ടത് അത് നമ്മൾ സ്വാഭാവികമായി അത് നൽകണം. പിന്നെ അതുപോലെ പുരുഷന്മാർക്ക് എന്താണോ പരിഗണന നൽകേണ്ടത് അത് നൽകണം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു ബന്ധവും ജീവിതവും ഒക്കെ ഒരു കളർഫുള്ളായി നല്ല രീതിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ടെൻഷനും കാര്യങ്ങളും വിഷമവും ഒക്കെ പേറിക്കൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥ മനുഷ്യർക്കുണ്ടാവും. അപ്പോൾ ഒരു നല്ല കാര്യം ഉണർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ വിഷമകരമായ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്, അതൊന്ന് ഉണർത്തിയെന്നേ ഉള്ളൂ.